എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, എല്ലാം പോയി. മൂഞ്ചി ഊമ്പി തെറ്റിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. വായന്ന് എന്തെങ്കിലും വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പൊ എന്താകും എന്റെ കർത്താവേ? ഒരു രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സീനോ, ഒരു 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 പഞ്ച് ഡയലോഗോ ഒന്നിനും സ്കോപ്പ് ഇല്ലാതെ. പ്രഭാസ് ജൂനിയർ ബാലയ്യ, എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. അതിന് കൂടുതൽ എനിക്കൊന്നും തോന്നണില്ല. బ్రహ్మనాయుడు అంశలో పుట్టి ఉంటే ఈ రైలు ముందుకు కాదురా వెనక్కి పడుతుంది. പക്ഷെ ഉണ്ടല്ലോ, ഒരു രീതിയിലും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാതെ വളരെ പ്ലെയിൻ ആയിട്ട് അത് അങ്ങനെ പവനായി ശവമായി. ഞാൻ പൃഥ്വിരാജിനെ വെയിറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു പൃഥ്വിരാജിന് ഗസ്റ്റ് റോളാന്ന് വിചാരിച്ചു സിനിമയിൽ. എത്ര ചില വെയിറ്റ് ചെയ്ത പൃഥ്വിരാജിനെ. പിന്നെ ഒരു ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ, ഒരു ഇടി വെട്ട് എന്നൊക്കെ പറയുമ്പോ ആ വയലൻസ് കാണിക്കാൻ പറ്റണം. ഇയാളെ കൊണ്ട് അതും നടക്കണില്ല. ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു സീൻ ഉണ്ട്. അതായത് അത് ഇതിലൊരു ആ സലാർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആ ഒരു ഹൈപ്പ് കാണിക്കുന്ന സീന. ആ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ശോകം. അത് ഇയാളെ കൊണ്ട് ശോകമായതാണ്, വേറൊന്നുമില്ല. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ പോകുന്നു. ബൈ ബൈ.